വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസ സിറ്റിയിൽ 43 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 111 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഗസ സിറ്റിയുടെ പരിസരത്തുള്ള ഷിജയയിൽ ഇസ്രായേൽ സേനയുടെ കരയുദ്ധം 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഗസ സിറ്റിയിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോൾ അയൽപ്രദേശങ്ങളിൽ ഇസ്രായേൽ മിലിറ്ററിയുടെ ശക്തമായ ശല്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിജയയുടെ പരിസര പ്രദേശങ്ങളുടെ വീടുകൾക്ക് മുകളിൽ ഇടതടവില്ലാതെ പുകയുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഹമാസും ഇസ്രായേൽ സേനയും ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ഇവർ ഏറ്റുമുട്ടലിൽ പരിക്കുപറ്റിയവരല്ല. ഇസ്രായേൽ സേനയുടെ വിവേചനരഹിതമായ ഷെല്ലിങ്ങിന്റെ ഇരകളാണ്. ഇസ്രായേൽ സേന ടാങ്കുകളിൽ നിന്നും ഷെല്ലിംഗ് നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ജീവന് വേണ്ടി പരക്കം പായാൻ തുടങ്ങി. ഈ മനുഷ്യൻ തന്റെ കുടുംബത്തെ കൂട്ടാൻ വീട്ടിലേക്ക് ഓടിയതായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രദേശം ഇസ്രായേൽ സൈന്യം വളഞ്ഞു. അവർക്ക് രക്ഷപ്പെടാനായില്ല. വൈദ്യസഹായമോ മരുന്നോ ഭക്ഷണമോ ഒന്നും തന്നെ ലഭിക്കാതെ 3 ദിവസം അവർ അവിടെ ഒറ്റപ്പെട്ടു. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ. ഈ ഒറ്റപ്പെടലിനിടയിലും ഈ സാധാരണ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് വേദനാജനകമായ സത്യം. ഇസ്രായേലി സൈന്യത്തിന്റെ ഫൈറ്റിങ്ങിന്റെ ശബ്ദം കേട്ടാണ് ഈ സ്ത്രീ കട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയത്. കണ്ട കാഴ്ച ഇസ്രായേൽ സൈന്യം ഷെല്ലിംഗ് നടത്തുന്നതാണ്. അവർ അവരോട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കരുത്. ഇവിടെ ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളൂ. നിരപരാധികളുടെ നിലവിളിക്ക് മുന്നിൽ ചിലപ്പോൾ ദൈവം പോലും കാതുപൊത്തു. പിന്നെയാണോ ദയാദാക്ഷിണ്യമില്ലാത്ത ഇസ്രായേൽ സേന. നിമിഷങ്ങൾക്കുള്ളിൽ വീട് നിലംപൊത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് അവർ കുട്ടികളുടെ നിലവിളി കേട്ടു. ഈ കുടുംബത്തെ ഇസ്രായേലി സൈന്യം ഗ്യാസ് ബോംബുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചു. വീട്ടിൽ നിന്നും ബഹളം വെച്ച അവർക്ക് നേരെ വെടിവെപ്പുണ്ടായി. സ്ത്രീകളും കുട്ടികളും മാത്രമുണ്ടായിരുന്ന ഇവർ വെളുത്ത കൊടി ഉയർത്തി വീശി. ഫലമുണ്ടായില്ല. ഫയറിംഗ് തുടർന്നു. നിലവിളിയും സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഒന്നും തന്നെ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തെ കുറക്കാനായില്ല. അവർ നിറയൊഴിച്ചുകൊണ്ടേയിരുന്നു. പിശാചിന് ഒരു അലങ്കാരമാണ്. സമാധാനമുള്ളയിടത്താണ് അവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സമാധാന ഭ്രംശമാണ് അവന്റെ ലക്ഷ്യം. അതുതന്നെയാണ് ഇസ്രായേലിന്റെയും. ഫലസ്തീനികൾക്ക് അവരുടെ വീടുകൾ സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുന്നു. അവർക്ക് മുന്നിൽ 2 മാർഗങ്ങൾ മാത്രമാണ് എപ്പോഴും ഉള്ളത്. ഒന്നുകിൽ മരണം മുന്നിൽ കണ്ട് സ്വന്തം വീടുകളിൽ കഴിയുക. മറ്റൊന്ന് മരണത്തിൽ നിന്നും രക്ഷ നേടാൻ മാത്രം വീടുകളിൽ നിന്നും സുരക്ഷിത സ്ഥലങ്ങൾ തേടി പലായനം ചെയ്യുക. പക്ഷേ അവിടെയും സുരക്ഷിതമെന്ന് പറയാൻ ഫലസ്തീന്റെ മണ്ണിൽ സ്ഥലമില്ല എന്നതാണ് സത്യം. ഒരു സുരക്ഷിത മേഖലയും ഈ ഇസ്രായേലിന്റെ ബോംബുകൾക്കും മിസൈലുകൾക്കും തിരിച്ചറിയാനാവുന്നില്ല. മറ്റൊരു ദുഃഖസത്യം തന്നെയാണ്. ഈ കുടുംബവും പറയുന്നത് ജീവന് വേണ്ടി ഓടിപ്പോകാൻ ശ്രമിച്ച അതിജീവനത്തിന്റെ കഥയാണ്. അവർ തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ ചാടിക്കടന്ന് ഇടവഴിയുടെ അറ്റം വരെ അടുത്ത റോഡിനെ ലക്ഷ്യമാക്കി ഓടി. റോഡിൽ എല്ലായിടത്തും ശവശരീരങ്ങളും ശരീരാവയവങ്ങളും ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. വീണ്ടും ജംഗ്ഷനിൽ ലക്ഷ്യമാക്കി ഓടി. ടാങ്കുകളുടെയും വെടിയുണ്ടകളുടെയും ഇടയിലൂടെ. ഈ 4 ദിവസത്തിനിടയിൽ എത്ര ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായ ഒരു കണക്കുമില്ല. മറ്റൊരു ഇരയുടെ വാക്കുകളാണിത്. ഇസ്രായേൽ സൈന്യം മുറിവേറ്റ അവരുടെ അമ്മയെ കൊണ്ടുപോയത് സൈനിക ടാങ്കിലാണ്. അവരുടെ അമ്മക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മക്ക് എന്ത് സംഭവിച്ചുവെന്ന് പിന്നീട് അവർ അറിഞ്ഞിട്ടേയില്ല. ഇസ്രായേലി സൈന്യത്തിന് ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ ഞായറാഴ്ചയും 2 സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് കാര്യമായ പരിക്കേൽക്കുകയും ചെയ്തു. നോർത്ത് ഷംസ് ക്യാമ്പിലെ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ ആക്രമണത്തിൽ തകർന്നു. തുഗ്രാം സിറ്റിയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണിത്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. നബ്ലുസിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഇസ്രായേലി സൈന്യം നടത്തിയ റെയ്ഡിൽ ഒരു കുട്ടിയടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ സദേൺ ലബനാനിൽ 3 ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലബനാനിലെ ഹോല ജില്ലയിൽ ഈ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഗസ യുദ്ധം തുടങ്ങിയത് മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച റെഡ് സീയിൽ ഒരു മർച്ചന്റ് ഷിപ്പ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം യമനിലെ ഹൂത്തികൾ പുറത്തുവിട്ടു. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ നവംബർ മുതൽ റെഡ് സീയിൽ ഹൂത്തികളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.